മലയാള സീരിയൽ സ്ഥിരം കണ്ടു കാണാത്തവരാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പോഴും ആളുകൾ എൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആനന്ദ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഓണം ഓർമ്മകളൊക്കെ ഉണ്ട്. ഓണത്തിന് എവിടെ ആർക്കും ഓർമ്മ? എനിക്ക് ഓണമൊക്കെ ഓർമ്മ എന്ന് തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്. ഇന്നലെ വഴക്കുണ്ടാക്കിയത് മീൻ കറി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാത്തവരാണ്. ഞാൻ വെച്ചില്ല. ശരിക്കും തരാം ഞാനൊന്ന് ഇതെടുത്ത് ഞാൻ തരാനറിയാം. വേർത്തുണങ്ങിച്ച് വെള്ളം തരുമായിരിക്കും. ഞങ്ങൾ പെണ്ണ് കാണാൻ പോയിട്ട് നല്ല ബിരിയാണി ഉണ്ടാക്കി തന്നു. ഗീ റൈസ്. ഗീ റൈസ്. ഹായ്, S27 മീറ്റ് ദ ആർട്ടിസ്റ്റിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ആക്ടർ സ്റ്റെബിൻ ആൻഡ് ഹിസ് വൈഫ് വിനീഷ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഓണം ആയിട്ട് ഞങ്ങളിങ്ങനെ ഓണത്തിൻ്റെ കറക്കവും ഓണത്തിൻ്റെ ഷോപ്പിംഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ഇവർക്ക് ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് ഷൂട്ടില്ലാത്തത് കൊണ്ട് തട്ടിമുട്ടിങ്ങ് പോകുന്നു. ആണല്ലേ. ഓണം എവിടെ വരെയായി? ഓണത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ വയനാടിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ഓണാഘോഷങ്ങളൊക്കെ കുറയ്ക്കാം എന്ന് വിചാരിച്ചു. എന്നാലും ഫോട്ടോഷൂട്ടുകൾക്ക് കുറവൊന്നുമില്ല. എവിടെയാണോ ഓണം? ട്രിവാൻഡ്രത്താണോ, അങ്കമാലിയിലാണോ, ഇനി ഇതൊരു രണ്ടുമല്ല കോഴഞ്ചേരിയിലാണോ, എവിടെയാണ്? കോഴഞ്ചേരിയിലല്ല. ഓണത്തിന് ട്രിവാൻഡ്രത്ത് പോകും, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ പോകും, അങ്കമാലി പോകും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്ന് മൂന്നാർ പോകും. ഇവർക്ക് ലീവ് കുറച്ചുള്ളൂ. അപ്പോൾ കുറേ ദിവസങ്ങളായി ഞങ്ങളിങ്ങനെ യാത്രകൾ പോയിട്ട്, ഞങ്ങൾ സ്ഥിരമായിട്ട് യാത്രകൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഒരു വർഷം മുമ്പ് ഒരു സ്ഥിരമായ യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അത് പറ്റുന്നില്ലാത്തതുകൊണ്ട് 3 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയപ്പോൾ നമ്മളൊരു യാത്ര പോകാൻ വിചാരിച്ചു. എന്തൊക്കെയാണ് മണിമുത്തിന്റെ സീരിയൽ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് സീരിയൽ വിശേഷങ്ങൾ? ഇപ്പോൾ 400ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു. അടിപൊളിയായിട്ട് പോകണു, വളരെ മനോഹരമായിട്ട് പോകണു. മനോരമയിൽ റേറ്റിംഗ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അടിപൊളി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഉണ്ട്. ഈ മണിമുത്തിലെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ, കൃഷ്ണ എന്ന് പറയുന്ന ക്യാരക്ടർ പറയുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു കണ്ണ് കാണാത്ത എപ്പിസോഡ്സ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ണ് കാണാത്തതായിട്ട് അഭിനയിക്കുന്നത് 2ാമത്തെ സീരിയലാണിത്. ഞാൻ മലയാള സീരിയൽ സ്ഥിരം കണ്ണ് കാണാത്തവരാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം തുടങ്ങിയപ്പോൾ കണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ 2 ഷെഡ്യൂളായിട്ട് കാഴ്ചയില്ല. ഇനി അതൊന്ന് തിരിച്ചു വരുമെന്ന് അറിയില്ല. ഞാൻ ചെമ്പരത്തി ചെയ്തപ്പോഴും അങ്ങനെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിന് കാഴ്ച പോയി, പിന്നെ ഇടയ്ക്ക് അത് തിരിച്ചു വന്നു. അതുകൊണ്ട് കണ്ണിന് കാഴ്ചയിലാണ്ട് അഭിനയിക്കുന്ന മലയാളത്തിൽ 2 സീരിയൽ അടുപ്പിച്ച് അഭിനയിച്ച ഒരു നായകൻ ഞാൻ മാത്രമേ ഉള്ളൂ. എത്രത്തോളം ഇപ്പൊ നോർമലി അഭിനയിക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലോ, എന്താണ് അതിനെന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കാറുണ്ടോ? അഭിനയിക്കാൻ എളുപ്പമാണ് ശരിക്കും കണ്ണ് കാണാതെ അഭിനയിക്കാൻ. കാരണം സജഷൻ വെക്കില്ല, ക്ലോസ് മാത്രമേ ഉള്ളൂ, സജഷൻ വെക്കില്ല, തൊട്ടഭിനയിക്കണ്ട, മൂവ്മെന്റ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു കസേരയിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് അഭിനയിച്ച് പെട്ടെന്ന് സീരിയൽ അഭിനയിച്ച് പോവാം. അതാണ് കണ്ണ് കാണാതെ അഭിനയിക്കുമ്പോൾ ഉള്ളൊരു ഗുണം. അങ്ങനെയാണ്. വിനീഷ, എന്തൊക്കെയാണ് പുതിയ ജീവിതം? ഞാനിപ്പോൾ PG MEM എന്ന് കോഴ്സ് ചെയ്യാം. കോഴഞ്ചേരിയിലാണ്. ഇപ്പോൾ ഒരു 1.5 year ആയി. ഇനി 1.5 year കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ പുറകെയാണ്. ഈ ആക്ടർ ഡോക്ടർ കൊളാബറേഷൻ എങ്ങനെയുണ്ട്? രസമുണ്ടോ പരിപാടി? സൂപ്പറല്ലേ? എങ്ങനെയാ നിങ്ങൾ ഇപ്പൊ വിനീഷന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? എങ്ങനെയാണ്? ഉറപ്പായിട്ട് നിങ്ങളെ, എനിക്ക് തോന്നുന്നു ആ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ നിങ്ങളൊരു കപ്പിൾ ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കണ്ടേ? അല്ല, ഞങ്ങളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും ഞങ്ങളുടെ ഫാമിലി എന്താണ്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയിട്ട് നമ്മൾ അത്യാവശ്യം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ അത്യാവശ്യം, എൻ്റെ ഒരു ഫ്രണ്ട് വഴിയുള്ള പരിചയമാണ്. ഇവിടെ ഒരു ഫ്രണ്ട് വഴിയാണ് നമ്മളിങ്ങനെ പരിചയപ്പെട്ടതും സംസാരിച്ചതും. പിന്നെ എങ്ങനെ അങ്ങ് ആയി പെട്ടു. കല്യാണത്തിലേക്ക് നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് പ്രണയിക്കുക, കല്യാണം കഴിക്കാന്നൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല. പക്ഷെ ആദ്യം പ്രണയം പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഞങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇല്ല. ആക്ച്വലി ഞങ്ങൾ അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല രണ്ടുപേരും. ഞങ്ങൾ അങ്ങനെ വന്നപ്പോ പിന്നെ രണ്ടുപേർക്കും അങ്ങ് മനസ്സിലാവുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, നമ്മുടെ രണ്ടുപേരുടെയും വട്ടുകൾ ഒരേപോലെയാണ് എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു. ഏകദേശം ഞങ്ങളുടെ രണ്ടുപേരുടെയും വട്ടുകളല്ല ഒരേപോലെയുള്ള ടേസ്റ്റുകളാണ്. ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, ചെലവാക്കുന്ന കാര്യത്തിലാണെങ്കിലും, സേവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരേപോലെ പോകുന്ന ആൾക്കാരാണ്. അത് നമ്മുടെ വീട്ടിലും പറയും. അതുകൊണ്ട് പിന്നെ സംസാരിച്ച് ഒരു വൈബ് വന്നു. കല്യാണം കഴിക്കാന്നായിരുന്നു അല്ലെ? പ്രണയം എന്നുള്ളതിനപ്പുറം കല്യാണം കഴിക്കാൻ തന്നെയായിരുന്നു പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്. ഞാൻ പിന്നെ നോക്കിയപ്പോ ഡോക്ടറല്ലേ, നമുക്ക് പണിയില്ലെങ്കിൽ നമ്മൾ ജീവിക്കണമല്ലോ. നമ്മുടെ പണി അറിയാലോ. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. നമ്മുടെ പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല ആക്ടിങ് അല്ലെങ്കിൽ അല്ലേ? അതെ, നമുക്ക് ഷൂട്ട് ഉള്ളപ്പോഴല്ലേ ഉള്ളൂ. അതപ്പോ നമ്മൾ പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് ഇല്ലാത്ത ജോലിയല്ലേ. എന്നെ പണിയെടുപ്പിക്കാൻ നമുക്ക് പണിയെടുത്ത് ജീവിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ളതാണ് കാര്യം. ഈ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ചെമ്പരത്തിയാണ്
എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ചെമ്പരത്തിയാണ് 1000 എപ്പിസോഡ്സ് എന്തോ വന്നു. 1000 എപ്പിസോഡ് എത്തിയില്ല, അതിന് മുമ്പ് നിർത്തി. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇത് ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു? ആനന്ദ് ഇല്ല, ആക്ച്വലി സീ കേരളത്തിൽ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു ചെമ്പരത്തി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചാനൽ വരുന്നു, ഒരു പുതിയ ചാനൽ പുതിയ ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് എത്രത്തോളം ആളുകൾ സ്വീകരിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റോട് സീരിയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു പുതുമുഖമാണ്. ഒരു പൊതുവേ ഒരു ചാനൽ, ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഫെയിമുള്ള ആൾക്കാരെ വെച്ച് ചെയ്യാനായിരിക്കും ചാനലും പ്രിഫർ ചെയ്യുക. പക്ഷെ എനിക്കൊരു അവസരം കിട്ടി, ആ അവസരം എന്നെ കൊണ്ട് വിനിയോഗിക്കാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് സീരിയൽ ചെമ്പരത്തി ചെയ്യുന്ന സമയത്ത് അത് എനിക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റി. നല്ലൊരു പ്രൊജക്റ്റായിരുന്നു, നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നു, നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു, കുറേ ആളുകളിലേക്ക് എത്തി. സിയുടെ ഒരു എന്താ പറയുക, സി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് 6+ ഒക്കെ റേറ്റിംഗ് തൊട്ടൊരു ആനന്ദിന് വേറെ ഒരു എന്താ ഫാൻ ബേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും. ഇപ്പോഴും ആളുകൾ എൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആനന്ദ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഈ പബ്ലിക്കിലൊക്കെ പോകുന്ന സമയത്ത് റെക്കഗ്നൈസ് ചെയ്യുമല്ലോ. മുമ്പ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്റീരിയർ ഡിസൈനർ ആയിരുന്നു തോന്നുന്നു അല്ലേ, ബിസിനസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അന്ന് നമ്മളെ അങ്ങനെ ആരും അറിയില്ല. ഈ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീൽ എന്താണ്? സന്തോഷമാണ് അല്ലേ? നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വന്നിട്ട് ഹായ് ആനന്ദേട്ടനല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ കുറെ പ്രൈവസിയും കൂടി നമ്മൾ അതിനകത്ത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോഴും കൂടുതൽ ആൾക്കാർ വന്ന് ചെമ്പരത്തിയുടെ ചെമ്പരത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭാഗ്യലക്ഷ്മി. ചെമ്പരത്തി കഴിഞ്ഞിട്ട് ഭാഗ്യലക്ഷ്മിയിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ. അതാ ഞാൻ ചോദിക്കാൻ വരുന്നത് വെച്ചാൽ, ഇങ്ങനെ പീക്കിൽ നിൽക്കുന്ന സമയത്ത്, ഒരു കരിയറിന്റെ പീക്കിൽ ഒരു നായകനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ തൊട്ട് നെക്സ്റ്റ് വരുന്ന സീരിയൽ ആളുകളൊക്കെ ഇമേജ് കോൺഷ്യസ് ആയിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് ആക്ടേഴ്സ് അങ്ങനെ ആയിരിക്കും. ബട്ട് എന്താണ് ഈ നെഗറ്റീവ് പിക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? ഒന്ന്, ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല. രണ്ട്, ഈ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കിട്ടുന്ന എല്ലാ ക്യാരക്ടറുകളും ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ എല്ലാവരും ഞാനൊരു 1000 എപ്പിസോഡ് ഞാൻ നായകനായിട്ട് മാത്രം നിന്ന് ഒരേ സാധനങ്ങളാണ്. കാരണം ഒരു സീരിയലിനെ സംബന്ധിച്ചിടത്തോളം, നായകന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരേ രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മലയാള സീരിയലിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഓക്കെ, അവനെ കൊണ്ട് അതും പറ്റും എന്ന് നമ്മൾ തെളിയിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു. പക്ഷെ അത് ആ സീരിയൽ അത്രയും ഹിറ്റായില്ല, ഒരു 200 എപ്പിസോഡോട് ഉണ്ടായിരുന്നുള്ളൂ. വിനീഷ, മറ്റേ ഞാനും എൻ്റെ ആളും ചെയ്യാൻ തീരുമാനിച്ചൊരു മൊമെന്റ് ഉണ്ടല്ലോ, അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായിട്ട് അപ്പോഴാണ് തോന്നുന്നത് അല്ലേ? എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഞാൻ ശരിക്കും പണി കൊടുത്തതാ. അല്ല, എനിക്കത് കേട്ടപ്പോൾ ആ തീം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അവർ വന്ന് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതിലേക്ക് പോയതാണ്. ചേട്ടാ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുപോയതാ. പക്ഷെ ശരിക്കും ഞാൻ പെട്ടു. അഭിനയിക്കുന്നവരുടെ ബുദ്ധിമുട്ട് ശരിക്കും ഞാനൊന്ന് മനസ്സിലാക്കി. ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെ ചെന്ന് ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, നല്ല പണി ഗെയിം ഷോ കളിക്കണം. ഇതൊന്നും ഞാൻ പറ്റില്ല എന്ന് അവരോട്, കാരണം എനിക്കിതൊന്നും അറിയില്ല. ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ടീമിനോട് പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് ഇല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ചെന്നപ്പോ അവര് ഞങ്ങളെ ഡാൻസിനാണ് വിട്ടത്. അതിപ്പോഴും എടുത്തു നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ രണ്ടുപേരും ഈ കുട്ടിക്കാലത്തൊക്കെ കലാപരമായിട്ട് എന്തെങ്കിലും? ഒരിക്കലുമില്ല. ഇല്ല. ഇത് ഭയങ്കര കൗതുകം കേട്ടോ, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരാള്. ഇപ്പൊ അല്ല, ഞാൻ ഭയങ്കര നാണക്കാരായിരുന്നു ആക്ച്വലി. എനിക്ക് ഭയങ്കര നാണുള്ള ആളാണ്. എനിക്ക് ഇപ്പോഴും ഈ പബ്ലിക്കിനെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എവിടെയെങ്കിലും ഒന്നീ കൂളിംഗ് ക്ലാസ്, കൂളിംഗ് ക്ലാസ് അതുണ്ടെങ്കിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്നാൽ മതിയല്ലോ. മമ്മൂട്ടി ഇരിക്കുന്ന പോലെ. ഇപ്പൊ സിഗ്മ എന്നാണ് പറയാ, അപ്ഡേറ്റഡ് വേർഷനാണ് പേര്. എനിക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു ഞാൻ. എന്നെ ഫസ്റ്റ് സീരിയലിലേക്ക് വിളിക്കുന്ന സമയത്തും എൻ്റെ ഒരു ഇൻട്രോ വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നെ അയച്ചു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അതൊരു ഇൻട്രോ വീഡിയോ, സെൽഫ് ഇൻട്രോ എടുത്ത് എനിക്ക് അറിഞ്ഞൂടാ ചെയ്യാൻ. ഞാൻ ഇതുവരെ ചെയ്താത്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ അന്ന് വെളുപ്പിന് ഒന്ന് അങ്കമാലിയിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് പോയി പോലെ നേരിട്ട് കണ്ടാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു. കോൺഫിഡൻസ് വളരെ കോൺഫിഡൻസ് കുറവുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അവിടുന്ന് നമ്മുടെ ഗോഡ് ഫാദർ എന്ന് പറയാം, പുള്ളി എന്നെ ഇങ്ങനെ ആക്കി എടുത്തു, നമ്മുടെ ജനാർദ്ദൻ സാർ. ഈ ഇനിഷ ഷൂട്ടിന് പോയി തുടങ്ങിയപ്പോഴേ, ഇപ്പം ഞാനും എൻ്റെ ആളുടെയും ഷൂട്ടിനൊക്കെ പോയി തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്? ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലായി. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവിടെ പോയി ആ ഒരു ടീം, ഞങ്ങൾ തലേദിവസമേ പോകുന്നു. കാരണം എനിക്ക് ഡ്യൂട്ടി ഇതുമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടും കൂടെ കൊണ്ടുപോകാൻ. കാരണം ഞാൻ 2-3 നൈറ്റൊക്കെ ഒന്നിച്ചെടുത്ത് 24 ഒക്കെ ഒന്നിച്ചെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാറിൽ കിടന്ന്, ഞാൻ ബാക്കിൽ കിടന്ന് ഞാൻ ഫുൾ ഉറങ്ങും. തിരിച്ചു വരുമ്പോഴും ഞാൻ അങ്ങനെ, എന്നിട്ട് വന്ന് ഞാൻ ഇവിടെ ഡ്യൂട്ടി കയറും. അങ്ങനെയായിരുന്നു. അല്ല, എനിക്ക് ഇവിടെയാണ് പണി. അപ്പൊ ഈ ട്രിവാൻഡ്രം ഓണം സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെയാണ്?
ട്രിവാൻഡ്രം എനിക്ക് ശരിക്കും ഞാൻ 2012 ഞാൻ MBBS ഞാൻ ജോയിൻ ചെയ്തതാണ്. അതിന് മുന്നേ വരെയുള്ള എൻ്റെ ഓണമാണ് ഈ പറയുന്ന പോലെ വീട്ടിലെല്ലാവരും കൂടെ കൂടുന്നു, സദ്യ ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ളൊരു ഓണം. അത് കഴിഞ്ഞത് മുതൽ ഞാൻ പിന്നെ കോളേജ്, പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ വർക്ക് പ്ലേസ്, അങ്ങനെയുള്ള ഓണമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് സ്റ്റെബിൻ ബ്രോ ഓണം ഓർമ്മകളൊക്കെ ഉണ്ട് കുട്ടിക്കാലത്ത്. ഇപ്പൊ അങ്കമാലി എന്ന് പറയുന്നത് ഞാൻ പന്നി പോക്കിനും ഓർമ്മ ഓണത്തിന് എവിടെ ആർക്കും ഓർമ്മ. എനിക്ക് ഓണൊക്കെ ഓർമ്മ വന്നു തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്. അതെന്തായാലും ആ ക്രെഡിറ്റ് മിനിച്ചൊക്കെ കൊടുക്കാം. അല്ല അങ്ങനെയല്ല, ഓണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. ഓണം, വിഷു, ഈസ്റ്റർ, ക്രിസ്മസ് ഇപ്പൊ അങ്ങനെയല്ല, അങ്ങനെയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ പല ഭാഗത്തുള്ള കൾച്ചറിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ അങ്കമാലിക്കാർ അല്ലെങ്കിൽ കോട്ടയംകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം സ്വസ്ഥമായിട്ട് അണ്ടറടിച്ച് പോർക്കറിച്ച് കഴിച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. പക്ഷെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ അങ്ങനെയല്ല. തിരുവനന്തപുരത്തുള്ള പോലെ ഓണാഘോഷം ഒന്നും അങ്കമാലിയിലില്ല. ഇപ്പൊ സദ്യ, ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും സദ്യ ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു ഫുൾ സെറ്റ് സദ്യ ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാക്കില്ലേ. പിന്നെ തിരുവനന്തപുരത്ത് കഴിയുമ്പോൾ നമ്മളൊരു ഫുൾ സെറ്റ് സദ്യ കഴിക്കുക. തിരുവനന്തപുരത്താണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ഓണാഘോഷിക്കുന്നത്. സദ്യ ശരിക്കും ബെസ്റ്റ് സദ്യ എനിക്ക് തോന്നിയിട്ടുള്ളത്. തിരുവനന്തപുരത്തുകാരുടെ പാൽപ്പായസവും ബോളി, ഒരു ടവല് തരോ. നല്ലൊരു ഗെയിമിംഗ് സെക്ഷനിലേക്ക് പോവാം. ഞാൻ നിങ്ങളുടെ മനപ്പുറത്ത് ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങളെ മനപ്പുറത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ട് പറയാൻ പോട്ടെ. അപ്പൊ ഞാൻ 2 സ്ലേറ്റ് തരും രണ്ടുപേർക്കും. എന്നിട്ട് ഞാൻ കോമൺ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പൊ ഫേവറേറ്റ് കളർ, ക്രിഞ്ച് ക്ലീശയാണ്. അവളുടെ ഇഷ്ടം ഞാൻ എഴുതുക, എന്റെ ഇഷ്ടം അവള് എഴുതുക. ഒരേപോലെ വരുമോ നോക്കാം നമുക്ക്. ഓക്കെ, യെസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ, വിനീഷ്യന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഒരെണ്ണം പറയും, ഒറ്റ ഒരെണ്ണം. നിങ്ങൾ എഴുതി പറയാതെ എഴുതി, അല്ലെങ്കിൽ നെക്സ്റ്റ് പോവാൻ ആഗ്രഹിക്കുന്ന സ്പോട്ട് അങ്ങനെ. എന്നാലും നെക്സ്റ്റ് പോവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്പോട്ട് പറയാതെ എഴുതണേ. കുറെ ഉണ്ടല്ലോ. എന്നിട്ട് ക്യാമറ ഒന്ന് കാണിക്കാവോ? ഗോവ, മണാലി, അതിൽ പാടി. അല്ല നീ മണാലി പോണം എത്ര നാളെ? എന്റേത് അത് തന്നെയാ. ഗോവ ഇഷ്ടമുള്ള സ്ഥലമാണ്. ഒരു സെലിബ്രിറ്റി ക്രഷ് ചേട്ടായുടെ ആണോ? ഇവിടുത്തെ സെലിബ്രിറ്റി ക്രഷ് ആര്? നിങ്ങൾ ചർച്ച ചെയ്യല്ലേ, രഹസ്യമായിട്ട് എഴുതൂ. ശോഭനയാണ് ശോഭന എനിക്ക് ഇഷ്ടമുള്ളൊരു നടിയാണ്. ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു നടിയാണ്. ക്രഷ് എന്നല്ല, എനിക്ക് വളരെ അവരുടെ ഒരു ആക്ടിങ്ങും അവരുടെ ഒരു എനിക്ക് ഇഷ്ടമാണ് അവര്. പിന്നെ ഇവളിപ്പോ ശ്യാമ്, ഇപ്പൊ നമ്മുടെ മാനത്തെ കൊട്ടാരത്തിലെ ഹീറോ, അവളെന്നും പറയുന്ന ഒരാളാണ്. അറിയില്ല, കൈന്നിട്ടാ കുറച്ച്. ലാസ്റ്റ് ആയിട്ട് അടി ഉണ്ടാക്കിയ മൊമെന്റ് ഏതാ? ഏത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയാ. എന്നിട്ട് ആ അത് ദിവസം പോരാ, അത് എന്താ സീക്വൻസ് എന്ന് പറയണം. എന്തായിരുന്നു, എന്താണ് സീക്വൻസ്? ബ്രോ പറയൂ, മറച്ചു വെച്ചിട്ട് പറയൂ. അടി ഉണ്ടാക്കിയതൊന്നുമില്ല. ഞങ്ങൾ എല്ലാ ദിവസവും വഴക്കുണ്ടാക്കാറുണ്ട്. ഞങ്ങൾക്ക് വഴക്കുണ്ടാക്കണതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇന്നലെ വഴക്കുണ്ടാക്കിയത് മീൻ കറി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാത്തവരാണ്. ഞാൻ വെച്ചില്ല, അതിനാണ് ഇന്നലെ വഴക്കുണ്ടാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു മീൻ കറി ഫ്രിഡ്ജിൽ വെക്കണ്ട, അത് ചീത്തയാവില്ല എന്ന് പറഞ്ഞു. അതിനൊരു വഴക്കുണ്ടായി. പിന്നെ ഇന്നത്തെ കാര്യം മറന്നുപോയി. വലിയ വഴക്ക്, ഇന്നത്തെ അങ്ങനെ അത്ര വലിയ വഴക്കൊന്നും ആയിരുന്നില്ല. വെറുതെ ഇങ്ങനെ നമ്മള് സംസാരിക്കും. ഇന്ന് വഴക്കുണ്ടായോ? ഇന്ന് വഴക്കുണ്ടായി. പുറത്തു പറയാൻ പറ്റില്ല. ഇന്നലെ വഴക്കുണ്ടായി. എന്താ എഴുതിയ ടുഡേ? നമുക്ക് അടുത്ത ചോദ്യം ഇത് എഴുതേണ്ടതാണ്. നിങ്ങൾ പരസ്പരം കൊടുത്ത ഫസ്റ്റ് ഗിഫ്റ്റ്. വെരി ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. ഇത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും. എനിക്ക് ചേട്ടായി തന്നു, ഞാൻ എഴുതിയാൽ മതിയല്ലോ. അതന്നെ. ഓക്കെ, എനിക്ക് വേണ്ട. എനിക്ക് എന്താ ഗിഫ്റ്റ് അതിനുള്ളത് പറഞ്ഞേ. ചേട്ടായി മറക്കരുത്, ഇപ്പോഴും കയ്യിലുണ്ട്. മറക്കരുത്, ഇപ്പോഴും കയ്യിലുണ്ട്. എന്റെ കയ്യിലോ? ഇപ്പോഴല്ല, ഇവിടെ അല്ല, കാറിലുണ്ട്. കൊണ്ട് നടക്കുന്ന, എല്ലാ ദിവസവും കയ്യിൽ കൊണ്ട് നടക്കുന്ന സാധനമാണ്. മറന്നു ഞാൻ. ആലോചിച്ച് കണ്ടുപിടിക്കണ്ടേ? ഞാൻ ശരിയാക്കി തരാം. ഞാനിന്ന് എല്ലാ ദിവസവും കൊണ്ട് നടക്കുന്ന എന്തേലും എഴുത്. നമുക്ക് തെറ്റാണ്, നമുക്ക് അപ്പൊ കോംപ്രമൈസ് ചെയ്യാം.
മാറി. മറന്നല്ലേ? ഞാൻ പറഞ്ഞു. ഇപ്പോഴും കയ്യിലുള്ള സാധനമാണ്. ഇപ്പൊ കയ്യിലില്ല, കാറിലുണ്ട്. വിനീഷയ്ക്ക് സ്റ്റെപ്പിംഗ് ബ്രോ തന്ന് വിനീഷ് എഴുതാ. ഞാൻ എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ല, എന്തെങ്കിലും എഴുതി ആലോചിച്ചിട്ട്. ഞാൻ അങ്കമാലിന്ന് മേടിച്ചത്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് ക്ലൂ തരാൻ പറ്റത്തില്ല. അങ്കമാലിന്ന് മേടിച്ച ഇതെടുത്ത് ഞാൻ തരാനറിയാം. ഞാനിത് വേർത്തൊടങ്ങിച്ച് വെള്ളം തരുമായിരിക്കും. കാറുണ്ട്, എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കാറ്? മതി, തെറ്റിക്കഴിഞ്ഞാ തീർന്ന്. കറക്റ്റ് അല്ലേ? ബാക്കി ഞാൻ കാറില് ഞാൻ കണ്ടന്റിന് വേണ്ടി നീട്ടിയതല്ലേ? മനസ്സിലായി. എന്താ വിനീഷ് തന്ന എന്താണ്? പേഴ്സാണ്. ഒരു എനിക്ക് ബസ് സൈഡിലൊന്ന് ഡ്രസ് മേടിച്ചു തരാം. ഡ്രസ് മേടിച്ചു. അപ്പോൾ അടുത്തത് ഫേവറേറ്റ് ഫുഡ്. പെട്ടെന്ന് എഴുതി തീരുന്നത്. രണ്ടുപേരും ഫുഡി ആയതുകൊണ്ട് റൈസും റൈസ് ആൻഡ് കറി. എന്ത് കറിയാണെങ്കിലും മതി. കഞ്ഞിയാണെങ്കിലും. ചോറാണോ ഏറ്റവും ഇഷ്ടമുള്ളത്? ചോറും കഞ്ഞിയും. ചോറും 3 നേരം ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. ഒരു നേരം എന്തെങ്കിലും ഒരു തരം കറി മതി. 2 തരം കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിനീഷയ്ക്ക് ബിരിയാണിയാണ് ഇഷ്ടം. എനിക്ക് ബിരിയാണി. അങ്ങനെ ഏതെങ്കിലും സ്പെഷ്യൽ അങ്ങനെ ഉണ്ടോ? എന്ത് ബിരിയാണി? എന്ത് ബിരിയാണി? എന്ത് ബിരിയാണിയൊക്കെ ഇഷ്ടമാണ്. ഓ, അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്നോ വീട്ടിൽ കുക്ക് ചെയ്ത്? ഏതായാലും ബിരിയാണി എന്ന് പറഞ്ഞ എന്ത് കൂട്ടാൻ ആണല്ലേ? ബിരിയാണി എന്നുള്ള പേര് മതി. ബിരിയാണി എന്നുള്ള പേര്. ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഏതാ കഴിച്ചിട്ടുള്ളത്? ചേട്ടാ ഉണ്ടാക്കി ബിരിയാണി ആണ്. നല്ലതാ. അല്ല, നന്നായി കുക്ക് ചെയ്യും. ഞാൻ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കി. ഞാൻ ബിരിയാണി ഇവിടെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ബിരിയാണി ഒക്കെ വാങ്ങി. ബിരിയാണി റൈസ് വാങ്ങി. റൈസ് മേടിച്ച് എനിക്ക് കുക്ക് ചെയ്ത് കൊണ്ട് തരാറുണ്ട്. ചിലപ്പോൾ എനിക്ക് ലഞ്ചിനും ഉണ്ടാക്കി തരാറുണ്ട്. അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മുഴുവൻ ബിരിയാണി കഴിക്കുന്നത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല ബിരിയാണി. അല്ല, എനിക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഫ്രണ്ട്സിനും കൂടെ കണക്കാക്കി കൊണ്ടുവരും. ഒരു വലിയ കാസറോളിലായിരിക്കും കൊണ്ടുവരിക. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ആ ഷിഫ്റ്റിലുള്ള 4-5 പീപ്പിൾസ് ഉണ്ടാവും. എല്ലാരും ഒന്നിച്ച് കഴിക്കാം. നമ്മൾ 2 പേർക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ടാക്കി. ഓക്കെ, നെക്സ്റ്റ് എന്താ വെച്ചാ ഷൂ സൈസ്. വിനീഷന്റെ ഷൂ സൈസ് കാണിക്കാതെ എഴുതുമല്ലോ. എനിക്കത് അറിഞ്ഞൂടാ. തിരിച്ചു പിടിക്കാൻ ഒരു കാര്യമായിട്ടുണ്ട്. അറിയില്ല. നിന്റെ ഷൂ സൈസ് 7. ചേട്ടായിട്ട് ഷൂ സൈസ് ഏതാ? എന്റെ 10. നിങ്ങൾ പറയില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല. അറിയില്ല. ഞാൻ അങ്ങനെ ചെരുപ്പ് വാങ്ങാത്ത ഒരാളാണ്. ഞാൻ ഒരു ചെരുപ്പ് കിട്ടിയ ഒരു 5 കൊല്ലം ഉപയോഗിക്കും. അത് തേഞ്ഞ് തീർന്ന് അതിന് തെന്നി താഴെ വീണാലേ ഞാൻ വേറെ മേടിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് സെക്ഷൻ ഏതാണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അടുത്തത് ഈ കല്യാണം കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴായിരുന്നല്ലോ കല്യാണം, അല്ലേ? ഈ കല്യാണ ശേഷം കരിയറിന്റെ പീക്കിൽ നിൽക്കുമെന്ന് പറയില്ലേ? ചിലപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ ഉയർന്നാലോ? അല്ല, ആ സമയത്ത് ഇനിയും പീക്ക് വരും, ഉറപ്പായിട്ട് വരും. ഈ കല്യാണ ശേഷം ലൈഫിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? രണ്ടുപേർക്കും പറയാം കേട്ടോ, രണ്ടുപേർക്കും ആൻസർ ചെയ്യാം. കല്യാണ ശേഷം ലൈഫിലുണ്ടായ വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് സിംഗിൾ കോട്ട് മതിയായിരുന്നു, ഇപ്പോൾ ഡബിൾ കോട്ട് വേണം. അതാണ് പ്രധാന വ്യത്യാസം. അതല്ലാതെ ഞങ്ങൾ അങ്ങനെ ശരിയല്ലേ? വിസിബിൾ ആയിട്ടൊരു മാറ്റം അതാണ്. വിസിബിൾ ആയിട്ടുള്ള മാറ്റം അതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. എനിക്ക് അതിനപ്പുറം വേറെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വരും എൻ്റെ ലൈഫിൽ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മളെ കൺട്രോൾ ചെയ്യാൻ ലൈഫിൽ ഒരാൾ വരും. ഞാൻ എൻ്റെ കല്യാണം കഴിക്കാത്ത കൂട്ടുകാരോട് എല്ലാവരോടും പറയും കല്യാണം കഴിക്കണം. അത് നമ്മുടെ ലൈഫിൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അഴിച്ചിട്ട കാളയെ പോലെ നടക്കുന്ന ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ വരും. അപ്പോഴാണ് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പോയിന്റഡ് ആവും അല്ലേ? അതെ, കുറച്ചും കൂടി നമുക്കൊരു ലക്ഷ്യബോധം വരും. പക്ഷെ ഇപ്പോഴും എനിക്ക് ലക്ഷ്യബോധം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, വന്നിട്ടില്ല. എന്താണ് പ്രത്യേകിച്ച് എന്താ പറയാ, എന്തേലും പറ. ഇതുപോലെ എന്തേലും ഡയലോഗ് എനിക്കിവിടെ തന്നൂടെ? അല്ല, പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരുന്നോ? അല്ല, ഞാൻ എന്റെ ഹൗസ് ഏജൻസി കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. വീട്ടിൽ നിന്ന് അങ്ങനെ അധികം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ പുറത്ത് വിടുന്നൊരു ഇതായിരുന്നില്ല. അപ്പൊ ഇതിപ്പോ ഫ്രീ ആയി, ഫുള്ളി ഫ്രീ ആയി. എവിടെ വേണമെങ്കിലും പോവാം, എപ്പോ വേണമെങ്കിലും വരാം, അങ്ങനെയുള്ളൊരിതായി. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് ഞങ്ങള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പൊ അങ്ങനെയുള്ളൊരു ലൈഫായിരുന്നു. എനിക്ക് ശരിക്കും ഫ്രീഡം കൂടുതൽ കിട്ടായിരുന്നു. ചേട്ടയുടെ ഫ്രീഡം പോവായിരുന്നു എന്നാണ് പറയുന്നത്.
ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആയി. അപ്പോൾ നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. എൻ്റെ കയ്യിൽ 2 പ്ലക്കാർഡ്സ് ഉണ്ട്, നിങ്ങളുടെ തന്നെ പടമാണ്. അപ്പോൾ ഞാനിത് അങ്ങോട്ട് തരികയാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തോളൂ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് രസമുണ്ടല്ലേ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് ആ കാര്യത്തിൽ ആരാണ് കൂടുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കൂടുതൽ ഫുഡി ആരാണെന്ന് ചോദിക്കില്ലേ, അപ്പോൾ ആരാണ് ഫുഡി എന്നുള്ളത് നിങ്ങൾ ഫോട്ടോ നോക്കിയിട്ട് കാണിക്കാം. ഓക്കെ, അതിനെ കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ഏറ്റവും സെൻസിറ്റീവ് ആരാണ്? യെസ്, ഇനീഷാണ് സെൻസിറ്റീവ്. എന്തുകൊണ്ടാണ് അത്? എന്ത് പറഞ്ഞാലും ഞാൻ കരയും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് കരയും, തൊട്ടാവാടി ഇത്ര പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് സന്തോഷം വരും, എല്ലാം പെട്ടെന്ന്. തൊട്ടാവാടി ഇത്ര സെൻസിറ്റീവ് അല്ല. നിങ്ങൾ ഫുഡ് വിശന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ആളാവുന്ന ആരാണ്? ഇനീഷ തന്നെയാണ്. ഈ അടുത്ത സഹിക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല, അവർക്ക് മൈഗ്രെയിൻ വരും, ഹൈപ്പോ പോകും ആണല്ലേ, അതുകൊണ്ട് ദേഷ്യം വരും. ദേഷ്യം അല്ല, എനിക്ക് ആ തലവേദന വരും എന്നുള്ള ഒരിതുള്ളത് കൊണ്ട് എനിക്ക് അറിയാം. ഒരു 6 hours ഒക്കെ ഞാൻ ഫാസ്റ്റിംഗ് ആയിട്ട് വെച്ചാൽ ഷുഗർ കണ്ടന്റ് ഉള്ള എന്തെങ്കിലും കോഫിയെങ്കിലും കുടിച്ചാൽ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ വരും. അപ്പൊ ഞാൻ അത് വിചാരിച്ച് പേടിച്ച് ഞാൻ അഗ്രസീവ് ആവും. ഈ കൂട്ടത്തിൽ ആരാ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്? ഞാൻ സമ്മതിക്കില്ല. അടിപൊളി. അങ്ങനെ പറയണം. അല്ല, അവള് നന്നായിട്ട് കുക്ക് ചെയ്യും. അവള് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും, നന്നായിട്ട് മീൻകറി വെക്കും, പിന്നെ അത്യാവശ്യം നന്നായിട്ട് എല്ലാം. ഏറ്റവും ഇനീഷ ഉണ്ടാക്കിയാൽ ഏറ്റവും ബിരിയാണി ഡിഷ് ഞങ്ങൾ പെണ്ണ് കാണാൻ പോയിട്ട് നല്ല ബിരിയാണി ഉണ്ടാക്കി തന്നു. ഗീ റൈസ്. ബിരിയാണി തോന്നിയത്. ഈ നിങ്ങളിലെ ഏറ്റവും ലേസി ആയിട്ടുള്ള ആളാ? ഒരേപോലെ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായത്തിനല്ല കേട്ടോ, കറക്റ്റ് ആണ്. ഞാൻ നന്നായിരുന്നെങ്കിൽ ഞാൻ എവിടെ തന്നാളാ. നിങ്ങളില് ഈ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ചെയ്യുന്ന ആളാണ്? ഷോപ്പിംഗ് ചെയ്യും. മന്ത്ലി ആണോ, വീക്ക്ലി ആണോ, ഡെയിലി ആണോ? ഡെയിലി ഇല്ല, ഡെയിലി ഷോപ്പ് ചെയ്യുന്നു ഞാൻ. മാർക്കറ്റിൽ പോയി മീൻ മേടിക്കുക, ഇറച്ചി മേടിക്കുക, കപ്പ മേടിക്കുക, പച്ചക്കറി മേടിക്കുക, അതൊക്കെ ഞാൻ. വീക്കിലി പോയി ഡ്രസ് എടുക്കുക. മന്ത്ലി മന്ത്ലി ഒരാഴ്ച. മന്ത്ലി വല്ലപ്പോഴും. നിങ്ങളില് കുശുമ്പ് ഉള്ള ആൾക്കാർ കൂടുതൽ? ഈ അടുത്ത് ഏറ്റവും കൂടുതൽ കുശുമ്പ് കാണിച്ച ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഓർമ്മ? അങ്ങനെ ഈ അടുത്ത് അത് നീ പറ, നീ ഏറ്റവും വലിയ കുശുമ്പി. ഇപ്പൊ എനിക്ക് ആക്ടർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ സീരിയലിൽ അഭിനയിക്കുമ്പോ ആർട്ടിസ്റ്റ് പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ കുശുമ്പ് തോന്നാറുണ്ട്. എല്ലാ ഭാര്യമാർക്കും തോന്നുന്ന പോലെ എനിക്കും തോന്നാറുണ്ട്. അതാണോ പ്രധാനപ്പെട്ട ഒരു കുശുമ്പ് എന്ന് പറയുന്നത്? എന്താണ്? വഴക്കുണ്ടാക്കുന്ന രീതിയിലല്ല, ചെറിയൊരു കുശുമ്പ് കാണിക്കും. ഇങ്ങനെ പറയുമ്പോ നമ്മളിങ്ങനെ പറയുമല്ലോ, നിങ്ങള് പറഞ്ഞിട്ട് അങ്ങനെ അത്രേ ഉള്ളൂ. ഞാൻ ഈ കുശുമ്പ് കാണാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള അവസരങ്ങൾ ഞാൻ പരമാവധി ഒഴിവാക്കും. നിങ്ങൾ ഏറ്റവും കെയർ ചെയ്യുന്ന ആരാ? ഇതല്ല എനിക്കുള്ള ക്വസ്റ്റ്യൻസ്. ഭയങ്കരമായിട്ട് കെയറിങ് ഉള്ള ഒരാളാണ്. ഇപ്പൊ എനിക്കൊരു പനി വന്നു എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലോ, അവൾ അവിടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് എനിക്ക് വേണ്ടി ഓടി വരും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ചും കൂടെ നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് കുറച്ചും കൂടി എക്സാഗറേറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസത്തിന് എൻജോയ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന ആരാണ്? ഓ, അതിൽ മാറ്റമുണ്ട്. പോയി ഞാനല്ലേ? ആണോ? ശരി, ഇനി അതിന്റെ പേരിൽ അടി ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് അല്ല, ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ്. ഞാൻ പ്രൊവോക്ക് ചെയ്യും, ചേട്ടായി ദേഷ്യപ്പെടും. തന്നെ കുറെ നേരം ഉപദേശിച്ചു, സ്റ്റെവിനെ നീ ഭയങ്കര ദേഷ്യം നിന്റെ കുറയ്ക്കണം, നിനക്ക് ഇത്ര ദേഷ്യം ഉണ്ടായിരുന്നില്ലല്ലോ, നിനക്ക് എന്താ ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിച്ചിട്ട് നീ ദേഷ്യം കുറയ്ക്കുന്നൊക്കെ പറഞ്ഞു. അമ്മ രാവിലെ ഞാൻ ഉറങ്ങിക്കിടക്കായിരുന്നല്ലോ, നീ റെഡി ആവുന്ന സമയത്ത് തന്നെ കുറച്ചു നേരം ഇങ്ങനെ ഉപദേശിച്ചു. അപ്പൊ നമ്മളെ സെഗ്മെന്റ് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. സമാധാനം. പ്ലക്കാർഡുകൾ തന്നോളൂ. ഓണമൊക്കെയാണ്, നമുക്ക് ഓരോ ഗ്ലാസ് പായസം കുടിച്ചാലാ? ഓഫ് കോഴ്സ്. ഷുഗർ പ്രശ്നമൊന്നുമില്ലല്ലോ രണ്ടുപേർക്ക്? ആണോ എന്നാണ് ഉദ്ദേശിച്ചത്. ഓണായിട്ട് ഇനി പായസം കുടിച്ചില്ലാന്നുണ്ടോ? ആദ്യത്തെ പായസം നമ്മളാണോ വരുന്നത് ഓണത്തിന്റെ? അടിപൊളി, ആക്കൃതി ഞങ്ങൾക്ക് ഇരിക്കട്ടെ. നമ്മളെ ഞാൻ ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മൾക്ക് കുറച്ച് കോമൺ സുഹൃത്തുക്കളുണ്ടല്ലോ, അപ്പോൾ അവർ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. ഈ ഫസ്റ്റ് നൈറ്റ് നിങ്ങൾ ഇറങ്ങിപ്പോയി അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്താ ആ കഥ? എന്താ, അതൊന്ന് പറയാമോ? ആസ്വദിച്ച് കുടിക്കുന്നതിന് ഇറങ്ങി പോയില്ലായിരുന്നെങ്കിൽ എന്റെ ഫസ്റ്റ് നൈറ്റും കുളമായേനെ, എന്റെ കുടുംബജീവിതവും കുളമായേനെ.
കാരണം ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്ത പണിയൊക്കെ വെച്ചിട്ട് അവന്മാർ എനിക്ക് തന്നത് ചെറുതാ, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നത്. എന്താ സംഭവം എന്താ? അല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്നെ കടത്തി ഉറക്കൂലെന്ന് പറഞ്ഞു. ഇത് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അവർ തിരിച്ചു കൊടുത്തതാണ്. കർമ്മ. ആ കർമ്മ. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നല്ലേ. എന്താ അവർ ഒപ്പിച്ച് പണി എന്താ? പണിയൊന്നുമില്ല, അവര് കടത്തി ഉറക്കൂല. ബഹളായിരുന്നു. ബഹളായിരുന്നു, ഫുൾ ബഹളായിരുന്നു. വീട്ടിൽ അനിയത്തിന്റെ കുഞ്ഞുണ്ട്, അവന് എനിക്കൊന്ന് 1 ഇയറിലും ചെറുതാണ്, 6 months എന്തോ ആയിട്ടുള്ളൂ. അപ്പൊ അവൻ ഈ ബഹളത്തിൽ ഭയങ്കര കരച്ചില്ല. ഇവര് വിൻഡോയിൽ ഭയങ്കരമായിട്ട് മുട്ടുന്നു, ഡോറ് ഭയങ്കരമായിട്ട് മുട്ടുന്നു, എന്റെ ഫോണിലോട്ട് വിളിക്കുന്നു, ചേട്ടയുടെ ഫോണിലോട്ട് വിളിക്കുന്നു, ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അവൻ ഭയങ്കര കരച്ചില്ല, അവൻ കുഞ്ഞ് ഭയങ്കര ഇറിറ്റബിൾ ആയി. അപ്പൊ പിന്നെ നോക്കി കഴിഞ്ഞപ്പോ നമ്മളോട് നിൽക്കുന്നതാണ് പ്രശ്നം. പറഞ്ഞു ആരോടും മിണ്ടാണ്ടിറങ്ങിക്കോളാൻ പറഞ്ഞു. നേരെ വണ്ടി എടുത്ത് പോയി. എവിടെ പോയി നിങ്ങള്? ഞങ്ങൾ അവിടുന്ന് അങ്കമാലി വന്നു, അത്താണി വന്നു, എറണാകുളത്ത് പോയി, അങ്ങനെ ഫുള്ള് കറങ്ങാൻ ചായ കുടിച്ചു വന്ന് ഇവര് കുറെ ഞങ്ങൾ അന്വേഷിച്ച് നടന്നു. ഞാൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ മുങ്ങി. 3 മണിക്കോ 4 മണിക്കോ ഒരു 2 മണിയായപ്പോ അമ്മച്ചി വിളിച്ചപ്പോഴും അമ്മച്ചി പറഞ്ഞു അവരിവിടെ തന്നെ ഉണ്ട്, വീടിനപ്പുറത്ത് കുറച്ച് അമ്മച്ചി ന്യൂസ് വരുന്നുണ്ടായിരുന്നു, മാറി വണ്ടി പിന്നെ ഞങ്ങൾ എനിക്കൊരു 4 മണി 5 മണിയൊക്കെ ആയതിനു ശേഷമാണ് പിന്നെ തിരിച്ചു വരുന്നത്. എന്റെ ഫ്രണ്ട് ജിജ മെസ്സേജ് അയച്ചു. അവര് പേടിച്ചു ശരിക്കും. വീട്ടിൽ പോലെ അങ്ങനെ അഡ്വഞ്ചറസ് ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. രാത്രി ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കോഴഞ്ചേരിയാണോ? കോഴഞ്ചേരിയാണ്. അവിടുന്ന് വിനീഷ പോവാറുണ്ടോ സെറ്റിലൊക്കെ? ട്രിവാൻഡ്രത്ത് ഷൂട്ടില് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ടോട്ടലി 4 വർഷത്തില് 2-3 തവണ മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ. അതിടയ്ക്ക് എന്തോ എവിടെ പോവാൻ വേണ്ടിട്ട് അങ്ങനെ പോയതാ. കണ്ടിരിക്കാന്ന് പറയുന്ന പോർ പരിപാടിയല്ലേ? എനിക്ക് സമാധാനം വേണ്ടേ? അപ്പോ നല്ല വയസ്സ് അല്ലേ? അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളും സെഗ്മെന്റുകളും തമാശകളും ഒക്കെ നമ്മൾ വൈൻഡ് ചെയ്യണമല്ലേ? യെസ്. അപ്പോൾ എല്ലാ S27 പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും വക നിങ്ങളുടെ S27 ക്രൂവിനും നിങ്ങളുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. സമ്പൽ സമൃദ്ധിയും വേണ്ട, തിരുവോണാശംസകൾ. ഇവരുടെ പോലെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ, സിനിമകൾ വരട്ടെ, തിരക്കുകളാവട്ടെ, രണ്ടുപേർക്കും ഇതുപോലെ തന്നെ ദാമ്പത്യം ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. എൻ്റെ അടുത്ത സൂപ്പർ ഹിറ്റ് സീരിയൽ ചെയ്യുമ്പോഴും ഇതേ ചാനലിൽ നിന്ന് ഇന്റർവ്യൂ തരാൻ സർവേഷൻ അനുഗ്രഹിക്കട്ടെ. അതെ, നമുക്ക് വീണ്ടും സംസാരിക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും S27 വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.